എങ്ങനെയാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഇ അഹമ്മദിനെ അനുസ്മരിക്കുന്നത്? ഇ അഹമ്മദ് സാഹിബ് പാർട്ടിയുടെ മാത്രമല്ല, നമ്മുടെ ദേശത്തിന്റെ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയുടെ മുഖമായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ഉണ്ടാക്കിയ അഭിമാനം കുറച്ചൊന്നുമല്ല. കാരണം അദ്ദേഹമാണ് കേന്ദ്രമന്ത്രിസഭയിൽ ആദ്യമായി വന്നുകൊണ്ട് പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെ തിരുത്തിയത്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ അവസരം, അദ്ദേഹം കിട്ടിയ അവസരം അദ്ദേഹം നല്ലപോലെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. ഒരു സമയത്ത് സ്വതന്ത്രമായ ചുമതലയോടുകൂടി അദ്ദേഹം അതിന്റെ തലപ്പത്തിരിക്കുകയും ശ്രീമതി സോണിയാഗാന്ധിയുടെ വിശ്വസ്തൻ എന്നുള്ള നിലയിൽ തന്നെ അന്തർദേശീയ ലീഡേഴ്സിനെ മുഴുവൻ ചെന്ന് കണ്ട് അവരുമായൊക്കെ കൂടിയാലോചന നടത്തി UN വരെ ഇന്ത്യയുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് അങ്ങനെയൊക്കെ രാജ്യത്തിന് തന്നെ അഭിമാനം കൊണ്ടുവന്ന ഒരു വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ശോഭിച്ചു. മാത്രമല്ല, കേരളത്തിന്റെ ഡെവലപ്മെന്റിന് അദ്ദേഹം നൽകിയ സംഭാവന, വ്യവസായ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ നിയമസഭയിൽ, പാർലമെന്റിൽ അദ്ദേഹമൊക്കെ അവശ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പടവെട്ടിയ വ്യക്തിയായിരുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി പടവെട്ടിയ വ്യക്തിയായിരുന്നു. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും വക്താവായിരുന്നു ഇ അഹമ്മദ്. CH പോലെ, സിയാദ് തങ്ങളെ പോലെ അവരുടെ അതേ പ്രിൻസിപ്പിൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വലിയ അതിന്റെ ഒരു പ്രചാരകൻ കൂടിയായിരുന്നു ഇ അഹമ്മദ്. ആ ഒരു വലിയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ദേശീയ പ്രസിഡന്റാണ്, അതിന്റെ ട്രഷറർ, ദേശീയ ട്രഷറർ എന്നുള്ള നിലക്ക് എനിക്ക് പറയാൻ കഴിയും. പാർട്ടിയുടെ സുവർണ കാലഘട്ടമായിരുന്നു അഹമ്മദ് സാഹിബിന്റെ ഈ സമയം. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ MSF-ലൂടെ ആണ് അദ്ദേഹം വരുന്നത്. MSF-ന്റെ ഒരു സ്ഥാപക പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിറ്റ് MSF-ന്റെ പ്രസിഡന്റായിരുന്നു. കോളേജ് യൂണിറ്റ് MSF-ന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ. അദ്ദേഹം ആ സമയത്ത് സംസ്ഥാന MSF-ന്റെ ഭാരവാഹിയായിരുന്നു. അപ്പൊ എന്റെ അല്പം മുമ്പേ നടന്ന ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാനൊക്കെ മാതൃകയാക്കിയ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ഇ അഹമ്മദ് സാഹിബ്. ഞാൻ കണ്ണൂരിൽ സർ സയ്യിദിൽ BCom പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂരിലെ MLA ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ MSF-ന്റെ സംസ്ഥാന ട്രഷററായി വരുന്നു. അദ്ദേഹം അത് കൂടാതെ പല സ്ഥാനങ്ങളും വഹിക്കുന്നു. കണ്ണൂരിൽ പിന്നെ ഇലക്ഷനിൽ ഒന്ന് തോൽക്കുന്നു, പിന്നെ താന്നൂരിൽ വരുന്നു, അവിടെ നിന്ന് ജയിക്കുന്നു. ഞാനിങ്ങനെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ കാലഘട്ടം തൊട്ട് ഇന്നലെ അദ്ദേഹം വിട പറയുന്നത് വരെ അദ്ദേഹത്തിന്റെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രമാത്രം കർമ്മ നിരതനായ ഒരാൾ. പ്രസംഗം ഇപ്പോഴത്തെ അല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം പണ്ടത്തെ പ്രസംഗമാണ് കേൾക്കേണ്ടത്. പണ്ടത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പ്രസംഗ മത്സരം തന്നെയായിരുന്നു ഞങ്ങൾ തമ്മിലൊക്കെ. കാരണം അഹമ്മദ് സാഹിബ് ഒന്ന് പ്രസംഗിക്കും, അതേപോലെ പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ ശ്രമിക്കും. അതായിരുന്നു നിയമസഭയിലും അതെ. നിയമസഭയിൽ ഒരു സമയത്ത് ഇ അഹമ്മദും TM ജേക്കബും അങ്ങനെയൊക്കെയുള്ള, ഞാനൊരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, രണ്ട് ഇവിടെ പറഞ്ഞ നേതാക്കന്മാർ ഏറ്റവും ശോഭിക്കുന്ന, പ്രതിപക്ഷത്ത് നിന്ന് കത്തി ജ്വലിക്കുന്ന നിയമസഭാംഗങ്ങളുടെ പേര് ഉദാഹരണമായി അന്ന് പത്രങ്ങളിലൊക്കെ വിലയിരുത്തപ്പെടുക ഇ അഹമ്മദിനെ പോലെയും TM ജേക്കബിനെ പോലെയുള്ള MLA-മാർ എന്നാണ് പറയാം. അപ്പോൾ ഞങ്ങളൊക്കെ പറയായിരുന്നു അതേപോലെ നമുക്കും ആവണം. അത്ര ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കണ്ട് പിറകെ നടന്ന് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പ്രസംഗവേദിയിൽ, പ്രവർത്തന രംഗത്ത് ഒക്കെ നിറഞ്ഞു നിന്നു. അവസാനം അസുഖമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഞാനൊരു 4-5 ഫംഗ്ഷനിലൊന്ന് ദുബായിലൊരു വലിയ ഹൈദരലി സിയാദങ്ങളോടൊപ്പം ഞങ്ങളിപ്പോൾ അടുത്ത് കണ്ടു. അപ്പോൾ അദ്ദേഹം ദുബായ് ഫംഗ്ഷനിലുണ്ട്. അത് കഴിഞ്ഞ് പാണക്കാട് വന്നു, അവിടെ ഉണ്ട്. ഇന്നലെ പാർലമെന്റിൽ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടഞ്ഞു വീണ് മരിച്ച വ്യക്തിയെ പോലെയായി അഹമ്മദ് സാഹിബ്. UDF കേരളത്തിൽ എല്ലാ ഇടത്തും തകർന്ന ഒരു സമയത്ത് ഇ അഹമ്മദ് മാത്രം ജ്വലിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു നേട്ടമൊക്കെ നേടാൻ കഴിഞ്ഞത്? അത് ഏതാണ്ട് നോഹയുടെ പെട്ടകം പോലെയായി. മുഴുവൻ മുങ്ങി, പക്ഷെ ഒരെണ്ണം ബാക്കി എന്ന് പറഞ്ഞതുപോലെ 20 തോറ്റു, പക്ഷെ ഒരെണ്ണം അഹമ്മദ് സാഹിബ് മാത്രം വലിയ ജലാശയത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിയെന്ന പോലെ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഉയർച്ചയാണ്. പിന്നെ അദ്ദേഹം വരുന്നത് വിദേശകാര്യ സഹമന്ത്രി ആയിക്കൊണ്ടാണ്.
അതൊക്കെ ചരിത്രത്തിന്റെ ഹിസ്റ്ററിയുടെ ഓരോ ഭാഗമാണ്. എപ്പോഴും അദ്ദേഹം വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചിട്ടേ ഉള്ളൂ, കിട്ടിയ അവസരം ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ആരോഗ്യം എന്നുള്ളത് കുറച്ചൊക്കെ മോശമായി വന്നപ്പോൾ, അനാരോഗ്യം വന്നപ്പോൾ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറുണ്ടായിരുന്നില്ല. അതിനോടും പടവെട്ടുകയായിരുന്നു. ഇന്നലെ വലിയ യാത്ര കഴിഞ്ഞ് നേരെ പോയത് പാർലമെന്റിലേക്കാണ്. അല്പം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അവിടെ ചെന്ന് കൊഴിഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ഒരു രോഗിയായി കിടക്കേണ്ട അവസ്ഥ, ഇത്രയധികം ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കർമ്മനിരതനായി പോരാടി അടരാടി തന്നെ മരിച്ച ചരിത്രത്തിന്റെ ഒരു ഘട്ടം അതാണ് അഹമ്മദ് സാഹിബ്. ഇനി പൊതുദർശനത്തിന്റെ എങ്ങനെയൊക്കെയാണ്? കബറടക്കം എപ്പോഴായിരിക്കും? നേതാക്കളൊക്കെ ഇനി എവിടെ വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് അവസാനം നോക്കുകയാണെന്ന്? എന്തൊക്കെയാണ്? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ 3 ലൊക്കേഷൻസാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ഹജ്ജ് ഹൗസ്, കരിപ്പൂരിൽ തന്നെ കുണ്ടോട്ടിയിലെ ഹജ്ജ് ഹൗസ്, ദീർഘകാല ഹജ്ജ് മന്ത്രിയായിരുന്നു അദ്ദേഹം, ഹജ്ജ് ഹൗസിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലീഗ് ഹൗസിൽ, അവിടെ പ്രാർത്ഥനാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് കണ്ണൂരിൽ എപ്പോൾ എത്തുന്ന അറിഞ്ഞൂടാ, ഇന്ന് രാത്രി വൈകും, നാളെ രാവിലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കബറടക്കം. നന്ദി. ഏതായിരുന്നാലും ഇ അഹമ്മദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതേപോലെ തന്നെ ദീർഘകാലം സഹപ്രവർത്തനായി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നമ്മോട് ഇ അഹമ്മദിനെ അനുസ്മരിച്ചത്.